ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നും എന്നത്തെയും പോലെ തന്നെ പതിവായിട്ട് നേരെ ഫ്രഷായിട്ട് കിച്ചണിലേക്കാണ് കേട്ടോ വന്നത്. ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് ഇഡ്ഡലിയും സാമ്പാറും വന്ന്. മോള് 2 ദിവസമായി പറയുന്നത് ഇഡ്ഡലി വേണമെന്ന്. പിള്ളേരെന്തെങ്കിലും ആഗ്രഹം പറഞ്ഞാൽ നമ്മളെ കൊണ്ട് ആവുന്നതാണെങ്കിൽ സാധിച്ചു കൊടുക്കണം എന്നല്ലേ. അങ്ങനെ ഇഡ്ഡലി ചെമ്പ് അടുപ്പത്ത് വെച്ച് പുറത്ത് ജനൽ തുറന്നപ്പോൾ പുറത്ത് കാണുന്ന ഈ കാഴ്ചയാണ് കേട്ടോ അത്. മുളകെന്തായാലും നല്ലോണം മുളകുണ്ടായി നിൽക്കുന്നുണ്ട്. അങ്ങനെ വേഗം ഇഡ്ഡലിത്തട്ട് അടുപ്പത്ത് വെച്ച് പിന്നെ തൊട്ട് അടുപ്പിൽ തന്നെ സാമ്പാർ തലേദിവസം വെച്ചല്ലേ ഒന്ന് ചൂടാക്കാനും വെച്ച് പിന്നെ നമ്മുടെ ഇഡലിയും വേഗം തന്നെ പാർന്നൊഴിച്ച് വെച്ചിട്ടുണ്ട്. അത് ആവുന്ന ആ സമയം കൊണ്ട് ഞാൻ എന്താണെന്ന് ഉച്ചത്തേക്കുള്ളതും കൂടി ആക്കുന്നുണ്ട്. ഇന്ന് ഞാൻ എൻ്റെ നാട്ടിൽ വയ്ക്കുന്ന ഒരു കറിയാണ്. നല്ല മുളക് വറുത്തപ്പുളി കഴിക്കാൻ ഒരുപാടായി ആഗ്രഹിക്കുന്നു. അപ്പോൾ ഇന്ന് എന്തായാലും ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ അതിനുള്ള ഉള്ളിയും വെളുത്തുള്ളിയും പിന്നെ വറ്റൽമുളകും ഒരു കഷ്ണം ഇഞ്ചിയൊക്കെ അരിഞ്ഞ് വൃത്തിയാക്കി വെച്ച് സമയം കൊണ്ട് ഇഡ്ഡലി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ നമ്മൾ കാസറോളിലാക്കി മാറ്റി വെച്ച് പിന്നെ നമ്മുടെ ഈ പുളിങ്കറി വയ്ക്കാനുള്ള ഇതെല്ലാം ഒന്ന് ചതച്ചെടുക്കണം. അതൊക്കെ ചതച്ചെടുത്ത് നല്ലപോലെ വഴറ്റിയെടുത്ത് ഉപ്പും മഞ്ഞളും കൂടെ ചേർത്തിട്ട് വഴറ്റിയെടുത്തിട്ടാണ് കേട്ടോ ആക്കുക. അങ്ങനെ അതും കഴിഞ്ഞ് പാത്രങ്ങളെല്ലാം കൈയോടെ തന്നെ കഴുകുന്നുണ്ട്. അല്ലാണ്ട് ഒന്നും എല്ലാം കൂടെ ആകെ കലപ്പിലായിപ്പോവും. അങ്ങനെ ആ കറിയായി വന്ന സമയത്ത് നമ്മൾ വേഗം എന്താക്കുന്നുണ്ട്, ചെറുപയറും കൂടെ വേവിക്കാൻ വയ്ക്കുന്നുണ്ട്. ചെറുപയർ മെഴുക്കുവരട്ടിയും കൂടെ ആക്കുന്നുണ്ട്. അങ്ങനെ അതും വെച്ച് ആ സമയത്ത് നമ്മുടെ തലേദിവസത്തെ മീൻകറിയും ചൂടാക്കി. അങ്ങനെ എല്ലാത്തിൻ്റെ ഇടയിൽ കൂടെ നടക്കുന്നുണ്ട്. പിന്നെ ഉമ്മച്ചിക്ക് ഇന്ന് ഇഡ്ഡലി വേണം. ഉമ്മക്ക് ഇഡ്ഡലി അത്ര ഇഷ്ടമല്ല. അപ്പോൾ പിന്നെ ഞാൻ ദോശയാക്കി ഉമ്മക്ക്. അങ്ങനെ അതുമായി. പിന്നെ നമ്മുടെ ചെറുപയർ തോരനോ മെഴുക്ക് വരട്ടി എന്ത് വേണമെങ്കിൽ പറയാം കേട്ടോ. അതുമായി. എന്നാൽ പിന്നെ ഒട്ടും കുറയ്ക്കണ്ട, മുരിങ്ങയില ഇരിക്കുന്നുണ്ടായിരുന്നു ഫ്രിഡ്ജിൽ. അതും കുറച്ച് പിച്ചിയിട്ട് മുട്ടയും മുരിങ്ങയുടെ ഇലയും കൂടെ നല്ല പോലെ ഇങ്ങനെ വാട്ടിയെടുത്താൽ അത് നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതും ഉണ്ടാക്കാൻ നിന്ന് അധികം മെനക്കെടേണ്ടി വന്നില്ല. കാരണം ഫ്രിഡ്ജിൽ വെച്ചുകൊണ്ടൊക്കെ ഇങ്ങനെ പൊഴിഞ്ഞ് ഇതായി നിൽക്കുന്നുണ്ടായിരുന്നു. കുറേയൊക്കെ വാടിപ്പോയിട്ടുണ്ടായിരുന്നു. എന്താ അറിയില്ല, ഫ്രിഡ്ജിലേക്ക് പെട്ടെന്ന് ഇതാകുന്നുണ്ട്. എന്തായാലും അതൊക്കെ അങ്ങ് ആക്കി. അപ്പോഴത്തേക്കും മോളും എഴുന്നേറ്റ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഉമ്മാനോട് ഇങ്ങനെ ഓരോന്ന് സംസാരിച്ചുകൊണ്ടാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പാല് നല്ല കട്ടയായിട്ടുണ്ടായിരുന്നു. ഇന്ന് ഫ്രീസറിലാണ് വെച്ചത്. അപ്പോൾ പാലൊക്കെ അവിടെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ മോളെ എഴുന്നേറ്റ് വന്നല്ല, വേഗം ചായ കുടിക്കാൻ വിചാരിച്ചിട്ട് അപ്പോഴത്തേക്കും പാലൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. വേഗം തന്നെ ഞാൻ ചായ വയ്ക്കാൻ നോക്കുന്നുണ്ട്. അങ്ങനെ പാല് തിളച്ച് ചായപ്പൊടിയും പഞ്ചസാരയൊക്കെ ഇട്ട് അത് നല്ലോണം ഒന്ന് പാല് തിളപ്പിച്ചെടുത്താൽ നല്ല ടേസ്റ്റാണ്. അങ്ങനെ പിന്നെ ഞങ്ങൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനിരുന്ന്. അവൾക്ക് ആദ്യം ഇഡ്ഡലിയും സാമ്പാറും മതി പറയും. പിന്നെ പറഞ്ഞു എനിക്കിത് വേണ്ട, കഷ്ണങ്ങളൊക്കെ കണ്ടപ്പോൾ തീരെ വേണ്ടാന്നായി. അങ്ങനെ പിന്നെ വേഗം പഞ്ചസാര ഇട്ട് കൊടുത്ത് ഞങ്ങൾ വേഗം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഉച്ചത്തേക്കും കൂടെ ഇതും കൂടി ആക്കാണ്ടായിരുന്നുള്ളൂ ഉച്ചത്തേക്കുള്ളത്. അപ്പോൾ വേഗം മുട്ടത്തോരനും ആക്കി. പിന്നെ ഉച്ചയ്ക്ക് ഞങ്ങൾ അതെല്ലാം കൂട്ടി ചോറും കഴിച്ചു കേട്ടോ.